വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെരുമ്പാവൂർ പുത്തൻകുരിശ് ബസ് റൂട്ടിൽ നിന്ന് 250 മീറ്റർ മാറി പട്ടിമറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 4 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. അതിവിശാലമായ മുറ്റത്തോടുകൂടി വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു 4 BHK വരുന്നത്. അതും ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനുള്ളിൽ. ഇനി ഇവിടെ 2 വീടുകളാണ് സെയിലിനായിട്ട് ഉള്ളത്. അതിൽ കംപ്ലീറ്റ് ആയ വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. 6.25 സെന്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും യൂട്ടിലിറ്റി സ്പേസും കൂടാതെ 3 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയാണ് ഈ ഒരു മനോഹരമായ വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും 250 മീറ്ററും പട്ടിമറ്റം ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററും ജയഭാരത് കോളേജിലേക്ക് 2.4 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും കാക്കനാടേക്ക് 16 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 19 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 15 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 17 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ബോക്സി എലിവേഷൻ ആണ് വരുന്നത്. കൂടാതെ വൈറ്റ് കളറാണ് നൽകിയിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായ എലിവേഷനോട് കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. 4 മീറ്ററിലധികമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇനി ഇവിടെ ഇന്റർലോക്കിംഗ് കട്ടകൾ കൂടി റോഡിൽ വരാനായിട്ട് ഉണ്ട്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയ ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി അതിവിശാലമായ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായുമുള്ള ഈ വീടിന് 3 SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. കവേർഡ് കാർ പാർക്കിംഗിലായിട്ട് പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. മുകളിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് ആണ് സീലിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മറ്റ് 2 SUV കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.5 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഈ ഒരു ഭാഗത്ത് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. കോർണറിലായിട്ട് ഒരു മാവും നൽകിയിട്ടുണ്ട്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെയെല്ലാം വിരിച്ചിരിക്കുന്നത്. ഒരു കോർണറിലായിട്ട് ഒരു പ്ലാവും നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചണും വർക്ക് ഏരിയയും വരുന്നത്. കൂടാതെ ഒരു എൻഡിലായിട്ട് ഒരു അലക്കുകല്ലും ടാപ്പ് പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകൾ തന്നെയാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. 2 വീലർ പാർക്കിങ്ങിനായും ഗാർഡൻ ചെയ്യാനുമായുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിവിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 5-6 ചെയറോളം ഇടാനുള്ള സ്പേസും ഉണ്ട്. വീടിന്റെ മെയിൻ ഡോറും ജനലുകളും എല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ അതിവിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ലിവിംഗ് സ്പേസിന് നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് വരുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കുകളൊന്നും ചെയ്യാതെ സ്പോട്ട് ലൈറ്റ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് അതിവിശാലമായ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ കഴിയും. നോർത്തിലേക്ക് വലുപ്പമുള്ള 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. മുകളിൽ സീലിംഗിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്പോട്ട് ലൈറ്റ് ആണ് സീലിംഗിൽ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ വീടിന്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയെ താഴെയായിട്ട് സ്റ്റോറേജും ബാക്ക് സൈഡിലെല്ലാം വോൾട്ടൈലൊക്കെ കൊടുത്ത് വലുപ്പമുള്ള മിറർ സ്പോട്ട് ലൈറ്റും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷനും അതിൽ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഈ വീട്ടിൽ ലെഗ്രാൻഡിന്റെ സ്വിച്ചസും ഫിനോലെക്സിന്റെ വയസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. കിച്ചന്റെ ഡോർ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിന് ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോസ് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അതിവിശാലമായ ഒരു കൗണ്ടർ സ്പേസ് ലഭിക്കുന്നുണ്ട്. 2 ലെയറായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇവിടെയായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സ്പോട്ട് ലൈറ്റ് ആണ് സീലിംഗിൽ നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു സിങ്കും 2 ടാപ്പും വരുന്നുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്.
കിച്ചൺ കൂടാതെ അതിവിശാലമായ ഒരു വർക്ക് ഏരിയ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്ലാബ് വരുന്നുണ്ട്, പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും വരുന്നുണ്ട്. ഗ്രിൽ ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു ഷെൽഫ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്തിലേക്ക് ഒരു 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് 13.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളൊന്നും ചെയ്യാതെ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒരു കോർണറിലായിട്ട് നമുക്കൊരു എക്സ്ട്രാ ഡ്രസ്സിംഗ് ടേബിളോ വാൾഡ്രോബ് ചെയ്യാനുള്ള സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിന് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്ന സെപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഒരു 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 ഡോറിന്റെ ഒരു വാൾഡ്രോബ് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ എക്സ്ട്രാ വാൾഡ്രോബിനും ഡ്രസ്സിംഗ് യൂണിറ്റിനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അതിവിശാലമായിട്ടാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ നോർത്തിലേക്ക് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി അപ്പർ ലിവിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ട് പവർ പോയിന്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ TV യൂണിറ്റോ സെറ്റ് ചെയ്യാവുന്നതാണ്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സീലിംഗിൽ ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളൊന്നും ചെയ്യാതെ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണുള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോസ് ആണ് വരുന്നത്. ഇവിടെയും സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിന്റെ വാൾഡ്രോബും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. പാരിഗന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ട് സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ ഹീറ്ററിനുള്ള പോയിന്റ് സ്വിച്ച് ബാറുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 14.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഒരു 2 ഡോർ വിൻഡോയുമാണ് വരുന്നത്. ഇവിടെയും സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 ഡോറിന്റെ ഒരു വാൾഡ്രോബ് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ഡ്രസ്സിംഗ് ടേബിളിനോ അല്ലെങ്കിൽ വാൾഡ്രോബിനോ ഉള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് ഇവിടെയും വരുന്നത്. അതിവിശാലമായ ഈ ഒരു ബാത്റൂമിൽ പാരിഗന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ അതിവിശാലമായ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഭാവിയിൽ നമുക്ക് ഇത് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഒരു റൂമാക്കി മാറ്റാവുന്നതാണ്. ഈ ഒരു കോർണറായിട്ട് നമുക്ക് ഒരു വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഒരു വാഷ് ബേസിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അതിവിശാലമായ ഒരു ബാൽക്കണിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇവിടെയായിട്ട് ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. 6.25 സെന്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 3 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 78 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.